ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ പ്രശംസ നേടിയ താനൂർ ഡിവൈഎസ്പി പ്രമോദിന് സ്ഥലമാറ്റം. സ്റ്റേഷനിൽ കുട്ടി സൗഹൃദ ഇടം ഒരുക്കിയും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചും പോലീസിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനകീയമാക്കി. സ്റ്റേഷൻ ചുറ്റുമതിൽ അലങ്കരിച്ചും ഡ്യൂട്ടിക്കിടെ ബോട്ട് ദുരന്തത്തിൽപ്പെട്ട് മരിച്ച സഹപ്രവർത്തകന്റെ ചിത്രമൊരുക്കിയുമാണ് ഈ ജനകീയ ഉദ്യോഗസ്ഥൻ താനൂരിൽ നിന്നും പോകുന്നത്. പരാതി ഒരു ഫോൺ കോൾ ആയാലും അതിനെ ഗൗരവത്തോടെ കണ്ട് പരിഹാരം കാണാൻ ശ്രമം നടത്തുന്ന ജനകീയനായ ഓഫീസറാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദ്. ജനങ്ങളെ ചേർത്ത് നിർത്തിയാണ് ഓരോ പദ്ധതികളും നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കാറുണ്ട്. അടുത്ത സമയത്ത് നടപ്പാക്കിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വലിയ വിജയത്തിലെത്തിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. സ്റ്റേഷൻ ചുറ്റുമതികൾ പെയിന്റടിച്ച് വർണ്ണ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചെടികൾ നട്ടുപിടിപ്പിച്ചും കുട്ടി സൗഹൃദ ഇടമൊരുക്കിയും സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ ഒരുക്കിയും പോലീസ് സ്റ്റേഷനിലെത്തുന്നവർക്ക് പരാതി എഴുതി നൽകാൻ ഇരിപ്പിടവും പേപ്പറും പേനയും ഒരുക്കിയുമെല്ലാം ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങളാണ് ഈ ജനകീയ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്നത്. താനൂർ ബോട്ട് ദുരന്തത്തിൽപ്പെട്ട സഹപ്രവർത്തകൻ സബറുദ്ദീന്റെ ചിത്രവും ചുമരിൽ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ കരുത്തായിരുന്ന സബറുദ്ദീൻ കോട്ടപ്പടത്തിൽ പെടുകയും അദ്ദേഹം ഡ്യൂട്ടിക്കിടയിലാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി. മയക്കുമരുന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇങ്ങനെ കോട്ടപ്പടത്തിൽപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ആ സംഭവത്തിൽ മരണമടഞ്ഞ 22 പേരുടെയും സ്മരണകൾക്ക് മുമ്പിലാണ് നമ്മളിന്ന് പ്രണാമം അർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ വേദനിക്കുന്ന ബന്ധുക്കൾക്ക് അവരെ ഇടയ്ക്ക് ഓർക്കുകയും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും പ്രാർത്ഥനകളൊക്കെയാണ് നമുക്കിനി ചെയ്യാൻ പറ്റാവുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അവിചാരിതമായിട്ട് ഇതിനുള്ളൊരു വരികൾ എഴുതാൻ വേണ്ടി ഞങ്ങൾ പല വരികളും കണ്ടെത്തി. പിന്നീടാണ് സുഭാഷ് ഒട്ടുംപ്രം അദ്ദേഹം മുന്നോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ നല്ല മനോഹരമായ വരിയിൽ പുഴയിൽ ഒരുപാട് ജലമൊഴുകിയെന്നും കടലിലെത്താത്ത ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടെന്നും അതായത് ഡ്യൂട്ടിക്കിടെ വന്ന സബറുദ്ദീൻ്റെ അകാല മരണം, അതായത് ചെറുപ്പക്കാരനാണ് കുട്ടി, മൂന്നാമത്തെ കുട്ടി വളരെയധികം ദിവസങ്ങളായിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. ഭാര്യയുടെ ആ ഒരു സന്തോഷവും വീട്ടുകാരുടെയും അമ്മയുടെയും വീട്ടുകാരുടെയും ഏട്ടൻ്റെയും ഒക്കെ ഞങ്ങളുടെ പോലീസിൻ്റെ ഒരു അസറ്റായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം കാണുന്നുണ്ടായിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള യാത്രക്കിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ സബറുദ്ദീനും ബോട്ട് ദുരന്തത്തിൽപ്പെട്ടത്. ലഹരിക്കെതിരെ ഷട്ടിൽ ടൂർണമെന്റ് ഉൾപ്പെടെയുള്ള കായിക പരിപാടികളും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്നു. കൊടുങ്ങല്ലൂരിലേക്കാണ് അദ്ദേഹം ഡിവൈഎസ്പിയായി സ്ഥലം മാറിപ്പോകുന്നത്.